ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഓക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടി. സോ ഈ വീഡിയോയിലേക്ക് പല ആൾക്കാരും ജോയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. പുറേന്ന് പുറത്തിറങ്ങി ഹെൽമെറ്റൊക്കെ എടുത്തിട്ടിരിക്കുന്നു. സാധനം വാങ്ങാണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു റൂമൊക്കെ എടുത്തിരിക്കുന്നു. നമ്മൾ അതെവിടെയാണ് ഏടാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു മുന്നേ ഒരാളെ പിക്ക് ചെയ്യാറുണ്ട്. മൈൻഡ് നമ്മളെപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഞങ്ങള് ഹൈഡ്രജൻ കിട്ടും. പീടിയയിൽ വന്നിട്ട് ചോദിക്കുക ഹൈഡ്രജൻ ബലൂൺ ഉണ്ടോ, ബലൂൺ ഉണ്ടോല്ല ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാധനം ഉണ്ടോന്ന്. ഹൈഡ്രജൻ കുറ്റി ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ബുദ്ധിയാ. ഓർമ്മണ്ടോ? എനിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ ഹൈഡ്രജൻ ഉണ്ടോന്ന്. എന്ത് നാളെന്റെ അവസ്ഥ മോളെ. ഞാൻ വിചാരിച്ച് അത് നമ്മ ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് അടിക്കുന്ന സാധനല്ലേ, പമ്പ്. അതിനോട് അടിച്ച ഹൈഡ്രജൻ എന്താ? ഹൈഡ്രജൻ പറഞ്ഞ ഒരു സാധനം അതിനുള്ള ഗ്യാസും കുറ്റി പോലത്തെ മനസ്സിലായി എനിക്ക്. നമ്മള് ഇവിടൊക്കെ പോകുമ്പോ കിട്ടല്ലേ ഉത്സവത്തിനൊക്കെ അടിക്കുന്നേ. ഹൈഡ്രജൻ ഉണ്ടോന്ന് ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുന്നു. ജാതി എന്താണോ റൂമിൽ സെറ്റ് ആക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങണ്ടേ? പിന്നെ കൊറേ ഗിഫ്റ്റുകൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നു. ഓയ് പോണ്ടേ. അങ്ങനെ കൊടുവള്ളി എത്തിയപ്പം നോക്കുന്നു ബാങ്ക് പോണവരെ. ഇനി ബാങ്ക് തന്നെ എപ്പോഴാണ് പഠിച്ചോനെ വരിക. പ്ലാനൊക്കെ ചീറ്റി പോകണ്ടെന്നാ പറയുന്നത്. ഇനിയിപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് വരെ നമ്മളിവിടെ പോസ്റ്റ്. പൈസക്കാർ വരുന്നുണ്ട്, പൈസക്കാർ തെരിയുന്ന കണ്ടേ. എവിടെ ഉള്ളത്? വാവാടുള്ള നമ്മളെ കുട്ടക്കാരെ ഷോപ്പ് തന്നെ കേട്ടോ. ഒരേ കൂട്ടിരിക്കുന്ന ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലാണിത്. ഭക്ഷണം വാങ്ങിക്കൊടുക്കായിട്ട് ദേഷ്യം കുത്തിക്കുന്ന പൈസ ഉണ്ട്. കാണണോ? കാണണോ? ആ കാണണം. പൈസ കാണിക്കും. ഇതാണ് നമ്മള് ഈ ഭക്ഷണം കഴിച്ച ഹോട്ടല്. നല്ല നമ്മള് പുരയിലൊക്കെ അടുക്കളയെ കുത്തിട്ട് കഴിക്കുന്ന മാതിരി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി നമുക്ക് വേണ്ടിയ സാധനം എടുത്തിട്ട് കഴിച്ചും കഴിഞ്ഞിട്ട് വരാം. നല്ല റെസ്റ്റോറന്റ് കേട്ടോ. 54,000 രൂപ. എന്റേതാ നോണാ പറയുന്നത്. എന്ത് നോണച്ചു കഴിഞ്ഞു നിങ്ങക്ക് തരണ്ടേ? അതാ അല്ലേ ഞാൻ എന്നോട് എന്തിനാ ചാകരി. ഓളെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഓളാക്കി ചെലവിനായിരുന്നു. എന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങാക്കി ചെലവിനായിരുന്നു. ആരാ നിങ്ങളല്ലേ നോക്കണേ? ഇതിലിപ്പോ ഞാൻ പെട്രോൾ അടിച്ചതാ. അപ്പൊ ഇന്റെ ചെലവായി. പിന്നെ നിങ്ങൾ പെട്രോൾ ഡയലോഗ് അടിക്കാണ്ട് വണ്ടി കയറി അങ്ങോട്ട്. ഞങ്ങൾ ഇതിന്റെ പേരില് ആനിവേഴ്സറിക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ് എടുക്കാൻ വന്നതാ. ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് രണ്ടാളും ഇറങ്ങിയതാ. ഞങ്ങള് വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഒരു സിനിമ കാണണം പറഞ്ഞേ. അങ്ങനെ കാണിക്കാൻ വന്നപ്പം പൊട്ടത്തി ഒന്നും അറിയാണ്ട് ആടുന്ന് സാധനം എടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു അടിപൊളി ആനിവേഴ്സറി സർപ്രൈസ് ഇവന് കിട്ടിയിട്ടുണ്ട്. അതിന് പകരം ഇന്ന് തിരിച്ചു കൊടുക്കാം എന്നുള്ള പ്ലാനിനാണ് രണ്ടുപേരും ഇന്നുള്ളത്. കേക്ക് ഷാലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായി. ഇന്നോന്റെ ഓഫീസിൽ വെക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റായി. ഒരു പൊട്ടത്തി ആട ഡ്രസ് എടുക്കുന്നുണ്ട്, മറ്റോളപ്പുറത്തുണ്ട്. ഇന്ന് രാത്രി എന്താകുമെന്ന് നോക്കാം. സർപ്രൈസ് ആവുമോ നോക്കാം, അല്ലെ സർപ്രൈസ് ആക്കണം. ഓന്റെ ഓക്ക് സർപ്രൈസ് കൊടുക്കണം എന്നാണ് നമ്മളെ ഏൽപ്പിച്ച ചെങ്ങ ഇതാക്കുന്നത്. നമ്മൾ രണ്ടാളും ആട്ടും കൂട്ടും കണ്ടുമുട്ടി. എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അൺഎക്സ്പെക്റ്റഡ് കണ്ടുമുട്ടല. ഇനി ഏതായാലും
ഓനും ഉണ്ടാടാ ഓളും ഉണ്ടാടാ, ഞാനും ഉണ്ട് ഇവിടെ. ആ അപ്പൊ പിടിച്ച പെട്ട് പോയേനെ നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പം അൽക്കുലത്തായി പോയേനെ. നമ്മൾ ഇതുവരെ ബിൽഡ് ചെയ്ത് എടുത്തൊക്കെ കച്ചറ കുട്ടിച്ചിറ മാനാഞ്ചിരായി പോയേനെ. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാണ്ട് വാങ്ങി നേരെ കേക്ക് എടുത്ത് പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ട് ഒന്ന് സെറ്റ് ആക്കണം. ഒരു ഗുനാഫ ചോക്ലേറ്റ് കണ്ടിട്ട്, പക്ഷെ ഗുനാഫ ചോക്ലേറ്റ് കണ്ടത് അത് തിന്നാൻ പൂതിയായിട്ട് ഞാൻ തിന്നു. എൻ്റെ ഓള് നോക്കിക്കാൻ ഇത് ഓപ്പൺ ആക്കണം. അപ്പൊ ലാസ്റ്റ് നമ്മളെ കേക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേക്ക്. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഫേമസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് മാമി വിളിക്കുന്നു. പക്ഷെ കേക്ക് മാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ കേക്ക്. ഐസിനോട് തെറ്റി ഞാൻ പോയി നിൽക്കുന്നതാണ്. തെറ്റി കഴിഞ്ഞാൽ മുഖത്തമ്മലേക്ക് നോക്കൂലോ, അങ്ങനെ പ്രശ്നമുണ്ട്. കണ്ടില്ലേ ഗായ്സ്? അപ്പോൾ നോളജ് സിറ്റിയിൽ നമ്മളെ പരിപാടി ഒപ്പിക്കാനുള്ള സ്ഥലം, അതായത് റൂമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മളെ റൂം ഇട്ടാ. നമ്മളെ ചങ്ങായി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എടുത്ത റൂമാ. ഒരു അടുക്കള ഉണ്ട്. അടുക്കള ലൈറ്റില്ലേ? വാവ്, നല്ല അടിപൊളി ഒരു അടുക്കളയുണ്ട്. അതുപോലെ തന്നെ ഇത് ബാത്റൂം ആയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂം ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് ആട്ടത്. 2 ബെഡ്റൂം അടങ്ങിയിട്ടുള്ള വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു റൂമാണ് ഇപ്പോൾ കണ്ടത്. ഇത് വെറുതെ നോക്കണ്ട, അത് 2ാമത്തെ റൂമാട്ടോ ഗൈസ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. സോ ഗൈസ്, ഇനി നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവര് വരുമ്പോ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കുടുങ്ങണം, കിലുങ്ങണം. എന്റെ ഓളം മുഖത്തുള്ള ഒരു കുണ്ടിതം കണ്ടാല് ഇതാണ് എന്റെ മോൾ എന്നോട് തെറ്റിക്കെടുക്കുന്നതാണ്, കുണ്ടിതാണ്. ഇവിടുന്ന് കൊന്നിട്ടാ പോലും ഒരു ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് ബാൽക്കണിന്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം. ഓ വാട്ട് എ ബ്യൂട്ടി, ഫുള്ള് കാണാട്ടോ, നല്ല അടിപൊളി വ്യൂ. നമ്മൾ ഇത് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓല് വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. ഓൻ്റെ വണ്ടിന്റെ വെഹിക്കിൾ വെച്ച ഇപ്പൊ നമ്മളെടുത്തിട്ട് ഇതുവരെ ഓല് കണ്ടിട്ടില്ല. ഈ സാധനം ഓല് ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു ബീച്ചിന്റെ മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ഇനി നമ്മളെടുത്തിട്ട് ഫുള്ള് റൂമിൽ കൊണ്ടുപോയി സെറ്റാക്കി വെക്കണം. എന്താ പരിപാടി, സർപ്രൈസ് തന്നെ. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാം. ഗിഫ്റ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി. ഇനി ഗിഫ്റ്റ് എടുത്ത് നമ്മൾ റൂമിൽ കൊണ്ടുപോയി സെറ്റാക്കാൻ പോകുന്നതാണ്. ഇത് ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് പപ്സാ. ഓക്കെ, ഗിഫ്റ്റൊക്കെ സെറ്റാക്കി ഇനി ഇവിടെ വിളിക്കണം. ഓക്കെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊന്നും ചെയ്തില്ല, ഇതൊക്കെ ഞാനാ ചെയ്തത്. ഈ ബലൂൺ മാത്രം നീ ശൽക്കാതെ വീർപ്പിച്ചല്ലോ അല്ലേ? എന്റെ ശ്വാസമൊക്കെ അതിൽ പോയി. ശ്വാസകോശ സ്പോഞ്ച് പോലെയാ, ക്ഷീണം കൊണ്ട പപ്സ് അല്ലേ? ഗായ്സ്, ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി ഒരു വന്നാലും കൂടി മതി, ബാക്കി ഫുൾ സെറ്റ്. ഗായ്സ്, സർപ്രൈസ് ചെറുങ്ങനെ ഒന്ന് ചീറ്റി പോയിട്ടുണ്ട്. ഡോർ തുറന്നപ്പോ എന്താ വിചാരിച്ചു? വേറെ ആരോ അതിന്റെ ഉള്ളിലിരിക്കുന്നു. ഇവിടെ ഇറങ്ങി ഓടിയതായിരുന്നു ബ്രോ പുറത്തേക്ക്. എന്നെ എന്റെ ഓളെ നീ ഇതിന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞങ്ങളിപ്പോ പപ്സ് വാങ്ങി പെരേക്ക് പോയ ആൾക്കാരല്ലേ. പപ്സുമായി പോയ ആൾക്കാർ ഇവിടെ പറ്റിക്കാൻ സുഖം കേട്ടോ അല്ലേ? എത്ര നേരമാണ് ഇവിടെ കാത്തിരുന്നത്.
ഞാൻ കൊറേ സെറ്റ് ആക്കണ്ടേ? വാങ്ങിയാലോ സെറ്റ് ആക്കിയാലോ ഇല്ല. ആ വണ്ടി നമ്മളെ ഞാൻ എടുത്തുണ്ടോന്ന് വണ്ടി നീ കണ്ടില്ല. അപ്പൊ നിങ്ങളെവിടെ? ഞാൻ എവിടെയും നീടയോ എന്നെ അവൻ പറ്റിച്ച്. അല്ല, ഞാൻ രാവിലെ ടിക്കറ്റ് തൊട്ടാ പിന്നെ വണ്ടിയിൽ അമ്പത്തിയോ ഇത് വമ്പത്തിയതാ. എല്ലാരും ഒട്ടിച്ചില്ലേ? എനിക്ക് മാത്രം ഒട്ടിക്കലായിരിക്കും. എനിക്ക് ഒട്ടിക്കല് എനിക്ക് പണിയായിരുന്നു. അമ്പത്തിയതാ. അമ്പത്തിയപ്പോ പോയി വാങ്ങിക്കൊണ്ടു. ഓളിങ്ങാപ്പേ പോയില്ല. ഞാനും ഓളല്ലേ എപ്പോഴും പോന്ന്. എന്നാ ഞാൻ എടുക്കോ പോയപ്പോ നിങ്ങൾ പോയി. ഇനി എടുക്കാനല്ല, എന്നെ ആദ്യം അവിടെ കൊണ്ടാക്കി പിന്നെ അന്ന് ഓളയും കൂട്ടി പിന്നെ പോയി സാധനമൊക്കെ പിന്നെ ഞാൻ നമ്മളെ മേമനാട് പോയി പറഞ്ഞ അങ്ങോട്ടല്ലേ പോയത്. അല്ല ഞാനല്ലേ പോയി. പിന്നെ എപ്പോ അതെ ഇരുന്ന് പോയി തിന്നുകളെ ഇരുന്ന് തിന്ന്. നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഫുഡ്. ഈ അവസരത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? 2 വാക്ക്. ഈ അവസരത്തിൽ എന്താ തോന്നുന്നു? ഫുഡ് കഴിക്കാൻ പുരേ പോവാ കിടന്നു. ഫുഡ് കഴിക്കാൻ പുറേ പോവാ കിടന്നു. അല്ല ഈ ഒരു വർഷം നീ അത് പിന്നെ നോക്കാം. അതുപോലെ നോക്കട്ടെ പറയണ്ടേ? പറയൂ. ഓളെ ഒരു വർഷമായിട്ട് എനിക്ക് എന്തൊരു സംഭവമാണല്ലോ ഓളെ പറ്റി. അടിപൊളി. എല്ലാരും കല്യാണം കഴിക്കും. എല്ലാരും ഉറക്കനെ പറയണോ? എല്ലാരും കല്യാണം കഴിക്കണോ? അടിപൊളിയാ. അടിപൊളിയാണ്. അത് തീരുമല്ലോ. എപ്പോഴൊന്നും തീരുമല്ലോ. അടിപൊളി. സൂപ്പർ സൂപ്പർ. എല്ലാരോടും കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. കുഴപ്പമില്ല. 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 കല്യാണത്തെ കുറിച്ച് നല്ല അഭിപ്രായം. കല്യാണം കഴിക്കണം എല്ലാരും. അന്നെ വേണ്ട. അതെന്താ ഒഴിവാക്കി? എനിക്കെന്താ പറയാനുള്ള വീട്? സത്യസന്ധമായിട്ട് പറയും. കല്യാണം കഴിക്കുന്നവരോട് എന്താ പറയാണ്ട്? നല്ല ആളെ കിട്ടിയാ നല്ലേ പോയി. നല്ല ആളെ കിട്ടിയാ നല്ലത്. എനിക്ക് നല്ല ആളെ കിട്ടി. എന്താ പറയാനൊരു മടി ആണോലേ. ഇനി നല്ല ആളെന്നോട് പറഞ്ഞു സമ്മതിക്കണം. നമ്മളെ പാർട്ടിയിലേക്ക് 2 ആൾക്കാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരെ ചേർക്കാൻ മറന്നുപോയതാണ്. ഇപ്പോൾ വന്ന് ജോയിൻ ചെയ്തതാണ്. കറക്റ്റ് ഫുഡ് ടൈമിനും കൂടെ കേറി വന്നോളൂ 2 ആള്. അല്ലേ? ആര് വരൂലെന്ന് അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് പേരുടെ സ്റ്റൈലാണ്. 2 ആൾക്ക് ഓർഡർ ചെയ്ത മീന ഇതെങ്ങാൻ ഇവിടെ ബാക്കി ഒന്നും ബാക്കിയാവില്ല. ഒന്നും ബാക്കിയാവില്ല. എനിക്കറിയാം. ഇനി ഞങ്ങൾ തീറ്റി തുടങ്ങട്ടെ. അപ്പം ഇന്നത്തെ പരിപാടികൾക്ക് ഇവിടെ അവസാനിച്ചതായിട്ട് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും